കൊൽക്കത്ത സർവകലാശാലയിൽ നിന്ന് മമതാ ബാനർജി ബിരുദാനന്തര ബിരുദം നേടിയത് ഇസ്ലാമിക് ഹിസ്റ്ററി അഥവാ ഇസ്ലാമിക ചരിത്രത്തിലാണെന്ന ഔദ്യോഗിക രേഖ പുറത്തുവന്നത് ബംഗാൾ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വലിയൊരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധിയോ ഭരണാധികാരിയോ പഠിച്ച വിഷയം അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമായി കാണാമെങ്കിലും മമതയുടെ കാര്യത്തിൽ അവർ കോളേജിൽ പഠിച്ച ആ ഇസ്ലാമിക് ചരിത്രമാണ് പിൽക്കാലത്ത് പശ്ചിമ ബംഗാൾ എന്ന അതിർത്തി സംസ്ഥാനത്തെ ഒരു വിഘടനവാദ കേന്ദ്രമാക്കാനും ഭീകരവാദികളുടെ സുരക്ഷിത താവളമാക്കാനും അവർക്ക് പ്രേരണ നൽകിയത്. സ്വന്തം രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ നികുതിദായകരെയും പട്ടിണിക്കിട്ടും അവഗണിച്ചും അതിർത്തി കടന്ന് നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശി ഇസ്ലാമിസ്റ്റുകളെയും ഭീകരവാദികളെയും ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന മമതയുടെ നയം അവരുടെ ചിന്താഗതിയിൽ തന്നെ വേരൂന്നിയ ഇസ്ലാമിക പ്രീണനത്തിന്റെ പ്രതിഫലമാണെന്നത് ഈ ID കാർഡ് അടിവരയിടുന്നു. മമതാ ബാനർജിയുടെ വിദ്യാഭ്യാസ നാൾവഴികളിലേക്ക് ആഴത്തിൽ കണ്ണോടിച്ചാൽ തന്നെ അവരുടെ പിൽക്കാല രാഷ്ട്രീയ അജണ്ടകളുടെയും ഹിന്ദു വിരുദ്ധ നിലപാടുകളുടെയും അടിത്തറ എവിടെയാണെന്ന് കൃത്യമാക്കി മനസ്സിലാക്കാൻ സാധിക്കും. 1970 ദേശബന്ധു ശിശു ശിക്ഷാലയത്തിൽ നിന്ന് ഹയർ സെക്കൻഡറി ബോർഡ് പരീക്ഷ പൂർത്തിയാക്കിയ മമത തുടർന്ന് ജോഗമയ ദേവി കോളേജിൽ ചേരുകയും അവിടെ നിന്ന് ചരിത്രത്തിൽ ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു. ഭാരതത്തിന്റെയോ ലോകത്തിന്റെയോ പൊതുവായ ചരിത്രം പഠിക്കുന്നതിന് പകരം തുടർ പഠനത്തിനായി മമത തിരഞ്ഞെടുത്തത് കൊൽക്കത്ത സർവകലാശാലയിലെ ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ എന്ന പ്രത്യേക വിഭാഗമായിരുന്നു. അവിടെ നിന്നാണ് അവർ ഇസ്ലാമിക ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയത്. പിന്നീട് കൊൽക്കത്തയിലെ ജോഗേഷ് ചന്ദ്ര ചൗധരി ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദവും അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ നിയമ ബിരുദത്തെക്കാളും ചരിത്ര ബിരുദത്തെക്കാളും മമതയുടെ പിൽക്കാല രാഷ്ട്രീയ ജീവിതത്തെയും ഭരണശൈലിയെയും പൂർണ്ണമായും സ്വാധീനിച്ചത് ഇസ്ലാമിക ചരിത്രത്തിലെ ആ ബിരുദാനന്തര ബിരുദമാണെന്നത് ബംഗാളിലെ ഇന്നത്തെ ഭീകരാവസ്ഥ വിളിച്ചോതുന്നുണ്ട്.